ഫോൺ വിളിച്ചു. ആ വാട്സപ്പിൽ വിളിച്ച ഒരു 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംഭാഷണമുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. ഞാനൊരു യൂട്യൂബറാണ്. എനിക്ക് കഴിഞ്ഞ 1-2 വർഷമായിട്ട് എനിക്ക് എന്നെയും എന്റെ ഫാമിലിയെയും നിരന്തരമായി ഒരു പർട്ടിക്കുലർ ആള് he keeps on creating new email ID and abusing me, assaulting me. അത് വൈ എന്നുള്ളത് ചെയ്ത ആൾക്കറിയാം, വൈ എന്നുള്ളത് ഐ ഡോണ്ട് നോ. യെസ്. സോ ലാസ്റ്റ് ഒരു സുജിത് ഭക്തൻ ടെക് ട്രാവൽ ചാനൽ ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ട് ഇട്ട ഒരു വീഡിയോയുടെ ഒരു കൺക്ലൂഷനാണിത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോസിന് കമൻറ്റ് വരുന്നത് ഇസ് വെരി കോമൺ, നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഇസ് വെരി വെരി കോമൺ. പക്ഷേ ടോക്സിക് കമൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വൃത്തികേടാണ്. ഇപ്പോൾ സുജിത് ഭക്തൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ആ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ പോയി നോക്കാം. വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു മനുഷ്യനും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വൾഗർ കമൻറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. കുറേ കാലങ്ങളായി ഇതാളുടെ ലൈഫിൽ വരുന്നു, വീഡിയോസിൻ്റെ താഴെ വരുന്നു, അല്ലെങ്കിൽ ആൾ അസോസിയേറ്റ് ചെയ്യുന്ന കൊളാബ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് പറയുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, കുറേ മെയിൽസ് വരുന്നു. ആളുടെ വൈഫിനെ ഭയങ്കര വൾഗർ ചെയ്യുന്ന രീതിയിലാണ് കമൻസ് പറയുന്നത്, ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ ആൾ ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എന്തായാലും ഇത് ചെയ്ത ആളെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഫൈനലി കണ്ടുപിടിച്ച ആളുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ ആദ്യം കേട്ടിട്ടുള്ളത്. അപ്പം തുടർന്ന് എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ്, പൊളിച്ച് നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തു കാണിച്ചു, അതിനൊരു പവർ. ആൻഡ് നമ്മുടെ സൈബർ സെല്ല് ചേട്ടന്മാരോടും വണക്കം. ആ ഏരിയയിലുള്ള സൈബർ സെൽ ചേട്ടന്മാരെങ്കിലും നന്നായിട്ട് പണിയെടുത്തല്ലോ എന്നതിൽ 1 മന്തായിട്ട് he has gone aggressive. ഞാൻ വെറുതെ വിട്ടിരിക്കുകയായിരുന്നു. he has gone aggressive and with the help of cyber security team and some other people എനിക്ക് IP ട്രേസ് ഔട്ട് ചെയ്ത് കിട്ടിയത്. ആ IP-യിൽ നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിൽ അടക്കം എല്ലാം യൂസ് ചെയ്യുന്നത്. See, the emails you sent me, they are not mine. Okay. I don't know what cyber team you have, but you need to get a better cyber team. Yeah, of course. ഞാൻ അതെന്തായാലും ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ്, അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല, അത് ഇവിടുത്തെ അത് എടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ്. സോ അത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. ഇനി നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോകാൻ വേണ്ടിയാണ്. ആസ് യൂഷ്വൽ സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് സുജിത് ഭക്തൻ വിളിച്ചു. നമ്മളെന്താ പ്രതീക്ഷിച്ച സാധനം തന്നെ. ഞാനല്ല, എനിക്കറിയില്ല എന്ന രീതിയിൽ പറയുന്നു. ഇപ്പോൾ സുജിത് ഭക്തൻ ഐ ബിലീവ് ആൾ വളരെ കോൺഫിഡൻ്റ് ആണ്. കാരണം ആൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പ്രൂഫ്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ആൾ നല്ല രീതിയിൽ പറയുന്നുണ്ട്, ഞാൻ കേസ് മുന്നോട്ട് പോകും, പോണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നൊക്കെ ആളിവിടെ വളരെ ഓപ്പണായി പറയുന്നുണ്ട്. പക്ഷെ ഓപ്പോസിറ്റിലെ വ്യക്തി പറയുന്നത് ഞാനല്ല, എനിക്കറിയില്ല, എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത് സംസാരിക്കുന്ന ഒരു മോനാണ്. കുറച്ച് ശേഷം ഇവൻ്റെ അച്ഛൻ വന്ന് ഫോൺ എടുക്കുന്നുണ്ട്, ലാസ്റ്റ് ഒച്ചപ്പാടാവുന്നുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഞാനല്ല, ഓക്കെ, ഞാനാണോ എന്നുള്ള കണ്ടുപിടിക്കാം. ഇത്ര ദിവസം കൊണ്ട് അവർക്ക് ഇത് പറ്റിയെങ്കിൽ ഇതിനപ്പുറം അവർ കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും കണ്ടുപിടിക്കണം. എനിക്ക് ഇയാൾ ആരാന്ന് കാണണം. കാരണം ഇത്രയും വൃത്തികെട്ട, ആ വാക്ക് നല്ലതായിപ്പോയല്ലോ, മനുഷ്യമൃഗത്തിന്റെ തുല്യമായ വാക്കുകൾ കൊണ്ട് കളിക്കുന്ന ചേട്ടനാണിത്. I don't know who you are. I'm not sure what this is about. Okay. I just woke up in the morning and I have voicemail from you saying that you want to talk to me. Yes. I don't know what this is about. Seriously. And whoever you're
cyber team is you need to check this again because definitely. What is this IP? What is this IP thing that you're talking about? അതൊക്കെ ഞാൻ വഴിയെ ഷെയർ ചെയ്തോളാം. സോ I'll be dealing this with. You don't have to contact me again because. Yeah, of course, I'm not contacting you. ഞാൻ ജസ്റ്റ് എന്റെ ഒരു മര്യാദക്ക് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ കോൺടാക്ട് How did you ചെയ്തത്. get my contact details? Of course, it's very easy. If you say it's very easy, then you should have cross-checked the emails too, right? Of course, നിങ്ങളുടെ വെബ്സൈറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ലിങ്ക്ഡിനിലും നിങ്ങളുടെ വെബ്സൈറ്റിലും you have given all the details. In my LinkedIn and my website, I don't have any of the emails that you're showing. Yes. Plus, there are many whatever. Like, this is not me. There's only one that I know about. Okay. Other than me. Who studied in Manipal University? Yeah. See, listen. Who studied in Indian School Master? ശരിക്കും രണ്ട് രീതിയിലാണ് സംഭവിക്കുക. ഒന്നെങ്കിൽ നമ്മളല്ല എന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ കൂടുതലാണ് മനസ്സിലാക്കും ആരാണ്, നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തൊക്കെയാണ് ആ മെയില് കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ. ഇനിയിപ്പോൾ നമ്മളല്ല അയച്ചതെങ്കിൽ ഇപ്പം എന്നെയാണ് ഇങ്ങനെ ഒരു കോൾ വരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അതാ പറയാം. ഇപ്പം എൻ്റെ ഒരു ഫേക്ക് പ്രൊഫൈൽ വന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആരാണ് കാണിച്ചു. അപ്പം ഞാൻ സോറി, എൻ്റെ പേര് അമിയാണ്, ഇതേതോ ആര്യ മോഹനാണ്, എൻ്റെ DP ഇട്ടതാണ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഐ വിൽ ഗിവ് കേസ് ടു സൈബർ സെൽ എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് മാത്രമേ ഉള്ളൂ. എന്നെ ഇപ്പോൾ ആര് കോൺടാക്ട് ചെയ്താലും എൻ്റെ ഫേക്കിന് പറഞ്ഞ് ഞാൻ ഇതാ പറയുക, ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിട്ടുണ്ട്, ഇനി അവരാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത്, അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫേക്ക് ഉണ്ട് എന്നല്ലാണ്ട്. ഇതാണ് റിയാക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ അതൊന്നും കേൾക്കുന്നില്ല. ഇവിടെ ഇയാൾ വെറുതെ ചൂടാവുകയാണ്. അതിനിടയിൽ കുറച്ച് തെറിവിളിയും നടത്തുന്നുണ്ട്. എന്തിനാ തെറിവിളി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പേടിച്ചിട്ടാണോ അല്ലെങ്കിൽ കള്ളത്തിനും പൊളിഞ്ഞു എന്നൊരു ടെൻഷനാണോ എനിക്കറിയില്ല. കാരണം അൺനോണായി വിളിക്കുന്ന ഒരാളുടെ അടുത്ത് ഇത്ര മോശമായി പെരുമാറേണ്ട, ഇത്ര ഇറിറ്റേറ്റഡ് ആയി ഡിസ്റ്റർബ്ഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ IP അഡ്രസ്സിന് എഗെയിൻസ്റ്റ് വരുന്ന സമയത്ത് അതൊന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ എന്താണ് സംഭവിച്ചത്. ഇനിയും ഇതുപോലെ മെയിലോ മെസ്സേജോ പോയിട്ടുണ്ടെങ്കിൽ പണിയാവില്ല. അതൊന്നും ഇല്ലാണ്ട് തെറി വിളിക്കുക. എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ ആളുകൾ എനിക്ക് തോന്നുന്നു. കാണിച്ചതിൽ സന്തോഷം. ഇൻ കേസ് ഇത് താങ്കളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനും എന്റെ വൈഫ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആരാ? ഫാദറാണോ? ഫാദറിന്റെ പേരെന്താ സാറേ? ഫാദറാണ് കേട്ടോ. ഫാദർ, വെരി ഗുഡ്. ഓക്കെ. അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. ഓ, അത് ശരി. ഞാൻ ഐ എം ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി and I'm trying to sort it out and I didn't call you. ഓഹോ, കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് we will see you. അപ്പോൾ ഫാദറിൻ്റെ അടുത്തോട്ട് ഫോൺ എത്തിയിട്ടുണ്ട്. ഫാദറിൻ്റെ സംസ്കാരം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു സംസ്കാരത്തിന് ഉടമയായിട്ടുള്ള ഫാദറാണ്. മോൻ്റെ പേരിൽ ഒരു അലിഗേഷൻ വന്നപ്പോഴേക്ക് അത് സത്യമാണോ നുണയാണോ എന്നറിയാണ്ട് പറഞ്ഞൊരു ഫാദറാണ്. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാ ഇത്രമാത്രം പിസ്ഡ് ഓഫ് ആവുന്നത്. ഇഫ് യു ഹാവ് ഡൺ എനി മിസ്റ്റേക്ക് മൂത്തോക്കി പറഞ്ഞാൽ പറയാം, എൻ്റെ IP ID അല്ല, നിങ്ങൾ ഫ്രണ്ടോട് കേസ് പ്രൊസീഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇനി സംസാരിക്കാൻ ഇഷ്ടമല്ല കട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ പറയാം എനിക്കിങ്ങനെ പ്രൊവോക്ക് ആവുന്നു, ഞാൻ ചെയ്യാത്തൊരു തെറ്റ് എൻ്റെ പേരിൽ പറയുമ്പോൾ ഐ ഗോട്ട് ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ഈ ഒരു സാധനത്തെ എന്തിനാ അറിയില്ല. See, I'm speaking. I'm his wife. I'm Shweta. Okay. Hi. So what this about is, I'll ask my husband to send it to you. You just go through it and please show it to your father also. But it's come all, it's the IP readings, everything has come against in your name. That is the reason we called you. No arguments, nothing. We just want to finish here, dear. We don't want anybody to fall in trouble. So we just called you to talk to you about this. What is this IP readings? Do you guys not know about VPNs? Like, what's going on? That also I will tell you. The VPN, the VPN which we got is from your college, from the way you're working. I'm not working in a college right now. What is this VPN? What is this? Okay, I'll send. Prank? It's not a prank. We don't know you, who you are.
but we called you is just because we are having your name come in the list has a top priority. That is the reason I'm calling. സോ ഈ കോൺവെർസേഷൻ ഇങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്നുണ്ട്. ഇവിടെ അവരുടെ സൈഡ് പറയുന്നു, മറ്റേ ആൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇതിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. കാരണം ഞാൻ ഈ ഫുൾ ഓഡിയോ ഷെയർ ചെയ്യുന്നില്ല. ലൈക്ക് ഒരു 8 മിനിറ്റ് ഓഡിയോ ആണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ടു ടെക് ട്രാവൽ ചാനൽ. അതിൽ നിങ്ങൾക്ക് ഈ ഓഡിയോ ഫുള്ള് കേൾക്കാം. തെറ്റ് സമ്മതിക്കുന്നില്ല, അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇവരാണോ തെറ്റ് ചെയ്തത്, വേറെ ഫേക്ക് VPN ആണോ IP ആണോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും 2 ദിവസം കാത്തു നിന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടിയെങ്കിൽ എന്തായാലും 5-6 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ സുജിത് ഭക്തന് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പം ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല, തെറ്റ് പറ്റും. അല്ലെങ്കിൽ പല റീസണാൽ ഓരോരുത്തരുടെ ഓരോ സ്വഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറേ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരാളെങ്ങനെ അബ്യൂസീവ് കമൻറ്റ് പറയുമ്പോൾ അതിലൊരു രസം കിട്ടുന്ന രീതിയിലുള്ള അസുഖങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മനോവൈകൃതങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഫ് യു ഡൺ എനി മിസ്റ്റേക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡ്മിറ്റ് ചെയ്യുക, സോറി പറയുക, വിഷയം വിടുക. ഇതിങ്ങനെ ഫ്രണ്ടോട്ട് കൊണ്ടുപോകാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങളല്ല ചെയ്തതൊക്കെ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അവരവരുടെ വിഷമത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്, അല്ല അവരുടെ ഒരു ഇമോഷണൽ ബേസ്റ്റിൻ്റെ പുറത്ത്. ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഈ വൈഫ് സംസാരിച്ച് തന്നെ ഷീ സ്പോക്ക് വെരി ബ്യൂട്ടിഫുള്ളി. ഒരിക്കലും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അവർ കൊല്ലങ്ങളായി അനുഭവിക്കുന്ന വളരെ വൈകൃതപരമായിട്ടുള്ള കമൻറ്റ്, അതിനൊരു തെളിവ് കിട്ടി എല്ലാം നിങ്ങളുടെ അഗെയിൻസ്റ്റ് വന്ന സമയത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. റെസ്പെക്ട്ഫുള്ളി സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളല്ലെങ്കിൽ ദ ചാപ്റ്റർ ഈസ് ഓവർ. ഇതാരാണോ ചെയ്തത് അയാളെ കണ്ടുപിടിക്കും. ഇഫ് യു ഡിഡ് ദിസ് ദെൻ വി ഹാവ് ടു. ഓക്കെ, ദറ്റ്സ് ഇറ്റ് ഗൈസ്. ഹോപ്പ് അടുത്ത വീഡിയോ വിൽ ബി ബൈ അമോഘവുമായിട്ട് ഞാൻ വരും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.